ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ന് നടന്ന എക്സാമിൻ്റെ CPO WCPO എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കോഡ് വരുന്നത് 58/2026 ആണ്. ഇപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. എത്രയാണ് മാർക്ക് കിട്ടിയതെന്നും കൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഏതാണ്? ആമസോണിയൻ മഴക്കാടുകൾ. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ അരിവാൾ രോഗം ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിലെ രോഗികൾക്ക് നൽകി വരുന്ന ധനസഹായ പദ്ധതിയാണ്. ആൻസർ ഓപ്ഷൻ സി 4, സമാശ്വാസം പദ്ധതി 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിൻ്റെ പ്രധാന ഉപയോഗം എന്താണ്? 2025 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിൻ്റെ പ്രധാന ഉപയോഗം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാലാവസ്ഥാ നിരീക്ഷണം. ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചാൽ ഏതിനാണ് കൂടുതൽ ത്വരണം ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ബൈക്ക്. മഴവില്ല് കാണുവാനായി സൂര്യൻ്റെ സ്ഥാനം എങ്ങനെയായിരിക്കണം? ആൻസർ ഓപ്ഷൻ ബി, നിരീക്ഷകൻ്റെ പിന്നിൽ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏത് അനുച്ഛേദത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി, അനുച്ഛേദം 25 മുതൽ 28 വരെ. 1976 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഭാഗം ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഇത് പ്രകാരം 51A അനുച്ഛേദമായി എത്ര മൗലിക കർത്തവ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്? ആൻസർ ഓപ്ഷൻ എ, 11. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന. ആൻസർ ഓപ്ഷൻ സി, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും അടങ്ങുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, 42ാം ഭേദഗതി 1976. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഭാഗം 2. വെള്ളം നിറച്ച ഒരു പാത്രത്തിൽ ഒരു കാപ്പിലറി ട്യൂബ് വെക്കുമ്പോൾ ട്യൂബിലെ ജലനിരപ്പ് 4 സെൻറ്റിമീറ്റർ വരെ ഉയരും. പകുതി വ്യാസമുള്ള ട്യൂബ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളം എത്ര സെൻറ്റിമീറ്റർ ഉയരും? ആൻസർ ഓപ്ഷൻ എ, 8 സെൻറ്റിമീറ്റർ. ഡയമണ്ട്, ഗ്രാഫൈറ്റ് എന്നിവ കാർബൺ എന്ന മൂലകത്തിൻ്റെ രൂപാന്തരങ്ങളാണ്. ആൻസർ ഓപ്ഷൻ സി, രൂപാന്തരങ്ങളാണ്. സ്റ്റാൻഡേർഡ് ഊഷ്മാവിലും മർദ്ദത്തിലും 67.2 ലിറ്റർ അമോണിയ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന അമോണിയ തന്മാത്രകളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ ഡി, 18.066 × 10⁻23. സ്ഥിരോഷ്മാവിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ മർദ്ദവും വ്യാപ്തവും സൂചിപ്പിക്കുന്ന ഒരു പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഈ പട്ടിക ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ, ബോയിൽ നിയമം. അമ്ലമഴയുടെ pH. ആൻസർ ഓപ്ഷൻ ഡി, 4നും 5നും ഇടയിൽ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത്. ആൻസർ ഓപ്ഷൻ ഡി, ഫ്രാൻസ്. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആൻസർ ഓപ്ഷൻ എ, ദിയാ ബിനു പുളിക്കക്കണ്ടം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ തെരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി, 4, പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി. ആൻസർ ഓപ്ഷൻ ബി, 42. ഗവർണറുടെ പദവിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഗവർണറെ നിയമിക്കുന്നത്. മഹത്തായ കുതിച്ചുചാട്ടം എന്ന പദ്ധതി ചൈനയിൽ ആരംഭിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, മാവോ സേ തുങ്. ബ്രിട്ടീഷുകാർക്കെതിരായി 1857 ഇന്ത്യയിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, തോമസ് ജോൺസ് ബാർക്കർ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല. ആൻസർ ഓപ്ഷൻ ഡി, മലബാർ. ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പ്രമേയം തയ്യാറാക്കിയത്. ആൻസർ ഓപ്ഷൻ ബി, സിക്കന്ദർ ഹയാത്ത് ഖാൻ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം. ആൻസർ ഓപ്ഷൻ സി, 1921. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ സവിശേഷതകൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ തന്നതെല്ലാം. സാമ്പത്തിക വളർച്ച, സ്വയം പര്യാപ്തത, സാമൂഹിക നീതി, ആധുനികവൽക്കരണം, വ്യവസായവൽക്കരണം, വാണിജ്യവൽക്കരണം.
ഒന്നും രണ്ടും ആണെന്ന് തോന്നുന്നു. ആൻസർ ഓപ്ഷൻ എ ആയിരിക്കണം. വ്യവസായവൽക്കരണം, വാണിജ്യവൽക്കരണം. നമ്മൾ SCERT ഒന്നും കണ്ടിട്ടില്ല ഈ ഒരു പോയിന്റ്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർക്ക് വരുമ്പോൾ നോക്കാം കേട്ടോ. നെക്സ്റ്റ്, കേരളത്തിൽ നടപ്പിലാക്കിയ സ്ത്രീ കേന്ദ്രീകൃതമായ ഒരു സാമൂഹ്യാധിഷ്ഠിത ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ പാവപ്പെട്ട സ്ത്രീകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ സി, കുടുംബശ്രീ. 2016 നവംബർ 8 ഇന്ത്യയിൽ നടപ്പിലാക്കിയ നോട്ട് നിരോധനത്തിൻ്റെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ തന്നതെല്ലാം. കള്ളപ്പണം നിയന്ത്രിക്കുന്നതിന്, അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, തീവ്രവാദത്തെ ചെറുക്കുന്നതിന്. ഇന്ത്യൻ ഭരണഘടനാ ദിനം ആൻസർ ഓപ്ഷൻ എ, നവംബർ 26. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവയിൽ പാർലമെന്ററി വ്യവസ്ഥയിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 4 മാത്രമാണ്. കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർവ്വഹണ സഭ നിയന്ത്രിക്കുന്നു, ശരിയാണ്. രാഷ്ട്രത്തലവന്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. ഭരണത്തലവൻ പ്രധാനമന്ത്രി ആയിരിക്കും, ശരിയാണ്. പാർലമെന്ററി വ്യവസ്ഥയിൽ പെടാത്തത് ആൻസർ ഓപ്ഷൻ സി, 4 ആണ്. പ്രമുഖ നോവലിസ്റ്റും കാർട്ടൂണിസ്റ്റുമായ OV വിജയന്റെ കൃതികൾ താഴെ കൊടുത്തവയിൽ ഏതെല്ലാമാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ആണ് വരിക. പ്രവാചകന്റെ വഴി, അതുപോലെ തന്നെ ഗുരുസാഗരം എന്നിവ OV വിജയന്റെ കൃതികളാണ്. ഉഷ്ണമേഖല ആരുടേതാണ്? ഉഷ്ണമേഖല ഓഹരി, ഉഷ്ണമേഖല പത്മരാജൻ്റെയും അതുപോലെ തന്നെ ഓഹരി KL മോഹനവർമ്മയുടെയും കൃതികളാണ് കേട്ടോ. നെക്സ്റ്റ്, മലയാളത്തിൽ ആദ്യമായി പിന്നണി ഗാനം അവതരിപ്പിക്കപ്പെട്ട ചലച്ചിത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, നിർമ്മല. താഴെ കൊടുത്തിരിക്കുന്ന ചലച്ചിത്ര നടന്മാരിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചവർ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ സി, 1ഉം 4ഉം. മോഹൻലാലും അതുപോലെ തന്നെ രജനീകാന്തും. 2025 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി താരം ഇവരിൽ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, പി മാളവിക. താഴെ കൊടുത്തിരിക്കുന്നതിൽ തനത് നാടക പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന നാടകങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി, 1, 2, 3. കലി, ദൈവത്താർ, അവനവൻ കടമ്പ. താഴെ തന്നിരിക്കുന്നതിൽ ഒപ്പേക്ക് അംഗരാജ്യമല്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ, അമേരിക്കൻ ഐക്യനാടുകൾ, ഒപ്പേക്ക്. നെക്സ്റ്റ്, അകാൽ, ത്രികാൽ, ജൽക്കാൽ എന്നീ പദങ്ങൾ ഏത് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ എ, വരൾച്ച. 1991 നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ 2 നയങ്ങളായാണ് സമ്പദ് വ്യവസ്ഥയിൽ നടപ്പിലാക്കിയത്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ നയങ്ങൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, 1ഉം 2ഉം. ഘടനാപരമായ പരിഷ്കരണ നടപടികൾ, സ്ഥിരത കൈവരിക്കാനുള്ള നടപടികൾ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ വാക്യം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി, 1ാം ഘട്ടം 1960കളുടെ മധ്യം മുതൽ 1970കളുടെ മധ്യം വരെയാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും മറ്റു പ്രധാന രാഷ്ട്രീയ നേതാക്കളും ചിന്തകരും ചേർന്ന് ഇന്ത്യക്ക് അനുയോജ്യമായ സമ്പദ് വ്യവസ്ഥ കണ്ടെത്തി. ആ സമ്പദ് വ്യവസ്ഥയുടെ ശരിയായ സവിശേഷത ഏത്? ആൻസർ ഓപ്ഷൻ ഡി, സ്വകാര്യ മേഖല പങ്കാളിത്തത്തോടെയുള്ള ശക്തമായ പൊതുമേഖലാ സമ്പദ് വ്യവസ്ഥ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, മാതാവ് ഓർ പിതാവ് അല്ലെങ്കിൽ രണ്ടുപേരും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകാൻ. താഴെ പറയുന്നതിൽ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ ബി, 3, ഒബീസിറ്റി. ഒരു നാഡീകോശത്തിലൂടെ ആവേഗങ്ങൾ കടന്നുപോകാൻ സഹായിക്കുന്ന പ്രധാന മൂലകങ്ങൾ? ആൻസർ ഓപ്ഷൻ സി, 1ഉം 3ഉം. സോഡിയം, പൊട്ടാസ്യം. ശരിയായ വാരിയെല്ലുകൾ എന്നത്? ആൻസർ ഓപ്ഷൻ എ, 1 മുതൽ 7 വരെ ജോഡി വാരിയെല്ലുകൾ. മനുഷ്യ നേത്രത്തിലെ പീതബിന്ദു എന്ന ഭാഗത്തെ സംബന്ധിച്ച് കൂടുതൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ ബി, 2 ആണ്. കോൺ കോശങ്ങൾ വളരെ കൂടുതലാണ്, റോഡ് കോശങ്ങൾ കാണപ്പെടുന്നില്ല അല്ലെങ്കിൽ കുറവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ത്രിവർണ്ണ പതാക എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക സ്ഥാപിച്ചത് എവിടെ? ആൻസർ ഓപ്ഷൻ സി, ആൻഡമാൻ നിക്കോബർ. സ്മാർട്ട് സിറ്റി ദൗത്യത്തിൻ്റെ ലക്ഷ്യം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ശുചിത്വപൂർണവും സുസ്ഥിരവുമായ ചുറ്റുപാട്, വിവരസാങ്കേതിക വിദ്യ അനുബന്ധ പ്രവർത്തനങ്ങൾ, അന്താരാഷ്ട്ര കയറ്റുമതി ഇറക്കുമതി പ്രവർത്തന ഏകോപനം. ഉത്തരേന്ത്യയിൽ ഖാരിഫ് കാലത്തും ദക്ഷിണേന്ത്യയിൽ റാബി കാലത്തും കൃഷി ചെയ്യുന്ന ഒരു വിളയാണ്? ആൻസർ ഓപ്ഷൻ ബി, നിലക്കടല. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൻ്റെ ശരാശരി സാന്ദ്രത? ആൻസർ ഓപ്ഷൻ എ, 2.7 ഗ്രാം പെർ ഘന-സെന്റിമീറ്റർ. ഹിമാലയ പർവ്വത നിരകൾക്കിടയിലെ ഇന്ത്യൻ ഫലകാതിരെ ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഏത് തരമാണ്? ആൻസർ ഓപ്ഷൻ ഡി, വൻകര സംയോജനം. നെക്സ്റ്റ് മാത്സ് ആണ്. 20ന്റെ 16 2/3%. ആൻസർ ഓപ്ഷൻ എ, 10/3. 52ന്റെ ആൻസർ ഓപ്ഷൻ സി, 23. 53ന്റെ ആൻസർ ഓപ്ഷൻ ഡി, 4. 54ന്റെ ആൻസർ 20 ആളുകൾ 30 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി 25 ദിവസം കൊണ്ട് ചെയ്തു തീർക്കണമെങ്കിൽ ഇനി എത്ര ആളുകൾ കൂടി വേണം? ആൻസർ ഓപ്ഷൻ ബി, 4. ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ, 399. ഡൽഹിയുടെ കോഡ് തന്നിട്ടുണ്ട്, കൊല്ലം എന്നതിൻ്റെ കോഡ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒരു ഗ്രൂപ്പിലെ 20 പേരുടെ ശരാശരി വയസ്സ് 25 ആണ്. പുതുതായി 3 ആളുകൾ കൂടി ചേർന്നതോടെ ശരാശരിയിൽ
2 വർഷത്തിൻ്റെ വർധനയുണ്ടായി. പുതുതായി വന്ന 3 ആളുകളുടെ ആകെ വയസ്സ് എത്ര? ആൻസർ ഓപ്ഷൻ സി 121. 58 താഴെ കൊടുത്തതിൽ ചെറിയ ഭിന്നസംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ ബി 7/15. സമാന ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. 563 7 196. ആൻസർ ഓപ്ഷൻ ഡി 8. സമയം 3:15 ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? ആൻസർ ഓപ്ഷൻ ഡി 7.5 ഡിഗ്രി. നെക്സ്റ്റ് ഇംഗ്ലീഷ് ആണ്. The idiom hit the nail on the head means answer option B to do or say exactly the right. Mr. Raju asked his brother, "Who are you guest?" Rewrite into indirect speech. Answer option C. Mr. Raju asked his brother who his guests were. What is the right ending of the sentence? If I had known you were here. Answer option C. I would have met you. My uncle offered me a gift. Can be rewritten without a change in meaning as. Answer option A. A gift was offered to me by my uncle. What is the meaning of the foreign word sine die? Answer option A. For an indefinite period. The furniture dash brought from Italy. Answer option C was. Which one of the following is incorrect? Answer option C. I have stayed in Singapore for 10 years. Which one of the following definitions matches with the word fuddy-duddy? Answer option A. A person who has old-fashioned ideas and habits. One of the following words is misspelled. Identify the word. Answer option D ആണ് വരുന്നത്. ആൻറ്റോണിയം ഓഫ് ദ ആൻറ്റോണിയം തന്നിട്ടുണ്ട്. നമുക്ക് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. റിപ്പൂഡിയേറ്റ് എന്ന് വെച്ചാൽ ആൻസർ ഓപ്ഷൻ ബി ആക്സെപ്റ്റ് എന്നാണ്. നെക്സ്റ്റ് മലയാളമാണ്. തപശ്ചര്യ പിരിച്ചെഴുതുക. ആൻസർ ഓപ്ഷൻ ബി തപ പ്ലസ് ചര്യ. ശരിയായ വാക്യം ഏത്? ആൻസർ ഓപ്ഷൻ എയും ഡിയും വരാം. ഓരോ വാക്യവും ശ്രദ്ധാപൂർവം വായിച്ച് തെറ്റ് തിരുത്തണം. അറിഞ്ഞുകൊണ്ട് തെറ്റു ചെയ്തിട്ട് പശ്ചാത്തപിക്കുന്നതിൽ കാര്യമില്ല. ശീകരം എന്ന വാക്കിന് സമാനമായ പദം ഏത്? ആൻസർ ഓപ്ഷൻ സി ജലകണം. അമ്പ് എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം ഏത്? ആൻസർ ഓപ്ഷൻ ബി അജിരം. നന്ദികേട് കാണിക്കുക എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ആൻസർ ഓപ്ഷൻ ബി ഉണ്ട ചോറ്റിൽ കല്ലിടുക. ഈ പ്ലസ് തരം ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം ഏത്? ആൻസർ ഓപ്ഷൻ സി ഇത്തരം. അണിയം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ആൻസർ ഓപ്ഷൻ എ അമരം. നെക്സ്റ്റ് ശരിയായ പദങ്ങൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 1 2 4 ശരി 3 തെറ്റ്. കൂപവണ്ടൂകം, ആജാനുബാഹു, തപസ്സി 3 തെറ്റായിട്ട് വരുന്നത് കേട്ടോ. കൃത്യനിഷ്ഠ. ഓക്കെ. നെക്സ്റ്റ് സ്ട്രൈക്ക് ബ്രേക്കർ എന്നതിന് സമാനമായ മലയാള പദം ഏതാ? ആൻസർ ഓപ്ഷൻ ബി കരിങ്കാലി. മൂസത് എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപം ഏത്? ആൻസർ ഓപ്ഷൻ എ മനയമ്മ. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം BNSS 22(1) പ്രകാരം പരാതി നൽകേണ്ടത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ മജിസ്ട്രേറ്റ്. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 BSAയിൽ എത്ര വകുപ്പുകളുണ്ട്? ആൻസർ ഓപ്ഷൻ ഡി 170. ഭാരതീയ സാക്ഷ്യ അധിനിയം BSA വകുപ്പ് 39 S 39 എന്തിനെയാണ് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ. മരണമൊഴിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന BSA വകുപ്പ്. ആൻസർ ഓപ്ഷൻ എ 26A. 2011 പോലീസ് ആക്ട് വകുപ്പ് 29 S 29 പ്രതിപാദിക്കുന്ന വിഷയം. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഉദ്യോഗസ്ഥരുടെ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം. വിവരസാങ്കേതിക നിയമപ്രകാരം കുട്ടികളുടെ ഓൺലൈൻ ലൈംഗിക ചൂഷണം തടയുന്നതിനുള്ള വകുപ്പ് ഏത്? ആൻസർ ഓപ്ഷൻ ഡി വകുപ്പ് 67B. പോക്സോ നിയമത്തിലെ വകുപ്പ് 16 പ്രകാരമുള്ള കുറ്റകൃത്യത്തിന് പ്രേരണ നൽകൽ എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി ഒരു കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ഗൂഢാലോചന നടത്തുകയോ ബോധപൂർവം സഹായിക്കുകയോ ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. പോക്സോ നിയമപ്രകാരം കുട്ടിയുടെ രഹസ്യത്വം ലംഘിക്കുന്നതിൽ ഉൾപ്പെടുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കുട്ടിയുടെ പേര് പ്രസിദ്ധീകരിക്കൽ, വിലാസം പ്രസിദ്ധീകരിക്കൽ, ഫോട്ടോ പ്രസിദ്ധീകരിക്കൽ. വിവരം എന്ന പദത്തിൻ്റെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഏവ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. രേഖകൾ, ഇമെയിലുകൾ, ഇലക്ട്രോണിക് രേഖകൾ. വിവരാവകാശ നിയമപ്രകാരം മൂന്നാം കക്ഷി വിവരം സംബന്ധിച്ച് ആവശ്യമായ നടപടി ഏത്? ആൻസർ ഓപ്ഷൻ എ മൂന്നാം കക്ഷിയെ ആലോചിക്കുക.
ഭാരതീയ ന്യായ സംഹിതയിൽ എത്ര അധ്യായങ്ങളുണ്ട്? ആൻസർ ഓപ്ഷൻ ബി 20. ഭാരതീയ ന്യായ സംഹിതയിൽ സംഘടിത കുറ്റകൃത്യം എന്നതിനെ പ്രതിപാദിക്കുന്ന വകുപ്പ്? ആൻസർ ഓപ്ഷൻ ഡി വകുപ്പ് 111. ഭാരതീയ ന്യായ സംഹിതയിൽ ചെറിയ കുറ്റങ്ങൾക്ക് തടവ് ശിക്ഷയ്ക്ക് പകരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ശിക്ഷ? ആൻസർ ഓപ്ഷൻ സി കമ്മ്യൂണിറ്റി സേവനം. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം കൊഗ്നൈസബിൾ ഒഫൻസ് എന്നാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ എ കോടതി ഉത്തരവില്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റം. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ ഏത് കോടതിയിലാണ് നൽകേണ്ടത്? ആൻസർ ഓപ്ഷൻ ഡി സെഷൻസ് കോടതി. പോലീസ് പിടിച്ചെടുക്കുന്ന വസ്തുക്കളുടെ സൂക്ഷിപ്പും നിർമ്മാർജ്ജനവും പ്രതിപാദിക്കുന്ന 2011 പോലീസ് ആക്ട് വകുപ്പ്? ആൻസർ ഓപ്ഷൻ എ വകുപ്പ് 55. കേരള പോലീസ് ആക്ട് 118A പ്രകാരം പൊതുസ്ഥലത്ത് മദ്യപിച്ച് അക്രമങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ? ആൻസർ ഓപ്ഷൻ എ 3 വർഷം തടവ്, 10,000 രൂപ പിഴ. NDPS നിയമപ്രകാരം ആവർത്തിച്ചുള്ള കുറ്റവാളികൾക്ക് ബാധകമായതേത്? ആൻസർ ഓപ്ഷൻ ബി കർശന ശിക്ഷാ നടപടികൾ. വിവരസാങ്കേതിക നിയമപ്രകാരം മറ്റൊരാളുടെ പാസ്വേഡ് ദുരുപയോഗം ചെയ്യുന്നത് എന്തായി കണക്കാക്കപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി ഐഡന്റിറ്റി തട്ടിപ്പ്. NDPS നിയമപ്രകാരം കുറ്റം ചെയ്യാനുള്ള ശ്രമം ശിക്ഷാർഹമാക്കുന്ന വകുപ്പ് ഏത്? ആൻസർ ഓപ്ഷൻ സി വകുപ്പ് 28. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. എത്രയാണ് മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.